അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ നിന്നും സഹന സമരങ്ങളിലൂടെ ഇന്ത്യയെ മോചിപ്പിച്ച ധീര രക്തസാക്ഷികളുടെ ശവകുടീരങ്ങളിൽ ചവിട്ടിക്കൊണ്ട് ഇന്നിതാ പുതിയ രൂപത്തിൽ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ ശിഥിലമാക്കുവാൻ വിദേശ മുതലാളിത്ത കുത്തകകൾ കടന്നുവരുന്നത്. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലേക്ക് മുതലാളിത്ത കുത്തക കടന്നുവരുന്നതിലൂടെ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദൃശ്യവൽക്കരിക്കുന്നു. ഗ്രാമങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ വളർച്ച എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകൾക്ക് മുന്നിൽ ഞങ്ങൾ ഇത് സവിനയം സമർപ്പിക്കുന്നു. വേനൽച്ചൂടിൽ ജനം ദുരിതത്തിൽ, പെട്രോൾ വില കൂടുന്നു. ശരിയാണ്. കാർഷിക മൂലം ആത്മഹത്യ, പാലക്കാട് കൊലപാതകം, പ്രതികളെ പിടികൂടുമെന്ന് മന്ത്രി. ഈ നാടെന്ന് നന്നാവാനാ നിനക്ക് നമ്മൾ പ്രതികരിക്കണം. ഈ പ്രതികരിച്ചോ? പക്ഷെ അതെന്തൊക്കെ നീ വല്ല പണിയെടുത്ത് കുടുംബം നോക്കണം. ചേട്ടാ ഇവിടെ നോക്കി, എന്നിട്ട് പറ പ്രതികരിക്കണോ വേണ്ടയോ? ഗോപാലേട്ടാ നോക്ക്, നമ്മുടെ ഗ്രാമത്തിലേക്ക് ഒരു അമേരിക്കൻ ഫാസ്റ്റ് ഫുഡ് കമ്പനി വരുന്നു. അതിലേക്ക് ഫ്രാഞ്ചൈസി ആവശ്യമുണ്ട്. ഗോപാലേട്ടാ, എന്നാ ഞാനങ്ങോട്ട് ചായയുടെ പൈസ പച്ച കിട്ടുമോ? ജോലി കിട്ടുമ്പോൾ തരാം. ഈ ജന്മത്തിൽ തരാൻ ഉദ്ദേശമില്ലാതെ അത് കൂടി ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, ഒന്ന് തിരുവനന്തപുരം വരെ പോയിരുന്നു. ചായ തമ്മണി വാക്കോ ഇത് മേടിക്കാനൊന്നുമില്ല, വഴിയുണ്ടാക്കാന്നേ. ആ മാസം പഠിക്കാൻ അപ്പം കൊണ്ടത് വേണ്ട, പള്ളിയച്ചില്ല കൂട്ടുകഴിയാൻ എന്താണ് ശത്രു? സഹായിക്കൂടെ? എന്താടാ കരടി വാസു, ഇപ്പൊ സ്റ്റേഷനിലേക്കൊന്നും കാണില്ലല്ലോ. ഇപ്പൊ കാര്യമായിട്ടൊന്നും തടയണോ? സാറേ ഉണ്ടായിരുന്നോ? സാറേ എന്നതാ ഇതുണ്ടായിരുന്നോ? ഉണ്ട്. നമ്മുടെ ഗ്രാമത്തിലേക്കൊരു അമേരിക്കൻ കമ്പനി വരുന്നു. അതിനെന്താ വരട്ടെ. അതിനെന്താന്നോ, അത് വെറും ഒരു കമ്പനിയല്ല, അതൊരു ഫാസ്റ്റ് ഫുഡ് കമ്പനിയാണ്. അതിനെന്താന്നേ അല്ല പ്രസിഡന്റ് പറഞ്ഞു തന്നെ എന്താ ആ ഫാസ്റ്റ് ഫുഡ് കമ്പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോപാലയുടെ കച്ചവടം കൂട്ടും. ഓ അങ്ങനെ. പ്രസിഡന്റ് എനിക്കൊന്ന് മനസ്സിലാക്കാം. ആക്കാം, വ്യക്തമാക്കാം. പ്രസിഡന്റ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി തരാം. നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് പാവപ്പെട്ട കർഷകരുടെ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കർഷകരുടെ പുരോഗതി ഇല്ലാതെ ഒന്നും നടക്കില്ല. വികസനത്തിന്റെ പേരും പറഞ്ഞ് പുറം ലോകത്തെ അധോലോക ശക്തികളും ബഹുരാഷ്ട്ര കുത്തകളും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട കർഷകർ എന്ത് ചെയ്യും?
അപ്പോൾ അത്തരത്തിലൊരു കമ്പനിയാണ് ഇങ്ങോട്ട് വരാൻ പോകുന്നത്. എന്തുകൊണ്ടും നമ്മൾ ഇതിനെ ശക്തമായി എതിർക്കും. നമുക്കറിയാം പ്ലാച്ചിമടയിൽ എന്ത് സംഭവിച്ചു. അവിടെ ഓള കമ്പനി വന്നപ്പോൾ ഗ്രാമത്തിലെ നാട്ടുകാർ സംഘടിതരായി. അവർ സംഘടിച്ചത് മൂലം ആ കമ്പനി ഇങ്ങ് പോവാറായി, കൂട്ടിപ്പോറായി. അത് ശരിയാ. അത് തന്നെ ഇവിടെയും സംഭവിക്കും. സംഭവിച്ചിരിക്കും. നമ്മുടെ ഗോപാലേട്ടന് ഒന്നും സംഭവിക്കില്ല. അതെ അതെ ഗോപാലേട്ടാ, ഞങ്ങൾ എന്ത് വന്നിട്ട് ഞങ്ങൾ ഉണ്ടാവും. അയ്യോ സാറേ, ഞങ്ങളുടെ കാര്യം നിന്റെ കാര്യം ഞാൻ ഏറ്റു. ഓ എല്ലാം അന്നോടെ കേറി പോടിയാണ്. ഗോപാലേട്ടാ ഒന്നും നമ്മുടെ എന്റെ കാര്യം പ്രശ്നമല്ലല്ലോ. കൂടിത്തങ്കട്ട ചക്കൻ. ഗോപാലേട്ടന്റെ മനസ്സ് അതാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഗോപാലേട്ടന് ആപത്ത് വരുന്ന ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് വന്നാൽ ഞങ്ങൾ ഗോപാലേട്ടൻ്റെ കൂടെ തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നിലപാടും ചെറുക്കും. കൂടുതൽ വരാൻ നമ്മൾ അനുവദിക്കില്ല. എല്ലാവരും ഉണ്ടാവും. എന്നോടൊപ്പം നിങ്ങളുണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായും. ഗോപാലേട്ടാ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ശരിയെന്നാ. വാ. സർക്കസ് തരാമോ? സർക്കസ് ഈ നേരത്ത് മനസ്സിലല്ലേ? ഞാനാണ് ഇവിടുത്തെ അമേരിക്കൻ കമ്പനി തുടങ്ങാൻ പോണത്. എല്ലാ ഒരു ഗ്രാമറ കരിമങ്കി പോലെ ആയിരുന്നു. അതിന്റെ ചേട്ടാ, ഞാൻ വന്നത് നാളെയാണ് എന്റെ കടയുടെ ഉദ്ഘാടനം. ചേട്ടനും ചേച്ചിയും വരണം. കടയിൽ തിരക്കാണ്, വരാൻ ശ്രമിക്കാം. പറഞ്ഞോ, നമ്മുടെ കുമാരന് ജോലി കിട്ടിയിരുന്നു. അവരെ ഇന്നലെ വന്നോട് പറഞ്ഞതല്ലേ? എന്നതാ വന്ന് പറഞ്ഞേ? എന്തോ അമേരിക്കൻ കമ്പനിയിൽ മറ്റോ ജോലി എന്നാ പറഞ്ഞത്. അമേരിക്കൻ കമ്പനി ജോലിയോ? അവൻ വിദേശ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഹോട്ടൽ തുടങ്ങാൻ പോകുന്നു. ചുരുക്കം പറഞ്ഞൊരു കൂട്ടിക്കൊന്ന്. ആ പ്രസിഡന്റാ അവിടെ ഒരു ഗൂഢാലോചന. പ്രസിഡന്റ് അറിഞ്ഞില്ലേ നമ്മുടെ കുമാരന് ജോലി കിട്ടിയെന്ന്? കുമാരനോ? വേലയും കൂലിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞാണ് അവനോ? അവനാരും ജോലി കൊടുക്കാൻ? ഓവരേട്ടാ ഒന്ന് പറഞ്ഞോട്. അവനേതോ അമേരിക്കൻ കമ്പനി അമേരിക്കൻ കമ്പനിയോ? നടക്കില്ല. ഈ ഗ്രാമത്തിലേക്ക് ഒരു കമ്പനിയും വരാൻ ഞാൻ അനുവദിക്കില്ല. ആരാ പറഞ്ഞത്? പറയുന്നു. ഓവനേട്ടാ ഒന്നുകൊണ്ട് വിഷമിക്കാനില്ല. ചേട്ടന്റെ കട പൂട്ടിയിട്ട് ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ പ്രസിഡന്റാ പറയുന്നത്. കാണാം, തിരക്കുണ്ട്. എന്റെ ഗോപാലേട്ടോ, ആ പോണ പ്രസിഡന്റ് തന്നെയാ. ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്യാൻ പോണെന്നാ നാട്ടില് പാട്ടായിരുന്നു. അയാൾ ഇന്നലെ അതിനെ കുറിച്ച് പ്രതികരിച്ചു. പ്രതികരണം കിടക്കും. രാഷ്ട്രീയക്കാരനാ, അത് ഓർമ്മ ഉണ്ടാവണം.